ഇതേപോലെ ഗെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിന്മേൽ ക്ലിക്ക് ചെയ്താൽ ഇൻ റിവ്യൂ എന്നാവും. നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞാലുള്ളൂ ഇൻട്രസിറ്റി വരുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ചെയ്തോളൂ. ഇങ്ങനെ ആയാലും ഇൻട്രസിറ്റി വരുള്ളൂ. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വേറെ സ്ഥലത്താണ്. അത് അറിയുന്നവർ ഒന്ന് പറയാം എവിടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന്. അപ്പോൾ സമയം ഇപ്പോൾ 9:28 ആയിട്ടുണ്ട്. നമുക്ക് ഊബർ ഓണാക്കാം. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഫസ്റ്റ് നമുക്ക് ഊബർ ഓണാക്കാം. 9:29 ആയിട്ടോ സമയം. ഇന്ന് കുറച്ച് ലേറ്റായി, കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. നല്ല സർജാണല്ലോ, തുടങ്ങുമ്പോൾ തന്നെ സർജാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റാപ്പിഡ് ഓണാക്കാം. നേരെ തിരിച്ച് ഓണാക്കാം. റാപ്പിഡ് ഓണാക്കിയിട്ടുണ്ട്. പിന്നെ യാത്രി ഓണാക്കിയിട്ടുണ്ട്. അയ്യോ, ഞാൻ കരുതി മറ്റേ റാപ്പിഡോയിൽ ഇതേപോലത്തെ സൗണ്ടാണ്. ഓക്കെ, അടിച്ചു കണ്ടോ. ഇതെടുക്കാം. അമൃതനെ നമുക്ക് റാപ്പിഡോയിൽ ഓടുന്നു. 2.4 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. കുഴപ്പമില്ല. എടച്ചിറയാണല്ലോ, എടച്ചിറ റോഡ്. എടച്ചിറന്ന് പോയിട്ട് ഇങ്ങനെ പോയിട്ട് കുറച്ച് അപ്പുറത്താണ്. 2.4 കിലോമീറ്റർ. എന്നാലും കുഴപ്പമില്ല. 270 എത്ര കണ്ടില്ല ഫെയർ. ഊബറിൽ ഓടിയ ചിലപ്പം മുതലാവില്ല. അപ്പം നമുക്ക് നേരെ പോവാം. ഇതേത് സ്ഥലം? നല്ല അടിപൊളി സ്ഥലം. അറിയുന്നവർ കമന്റ് പറയാൻ പറഞ്ഞപ്പോൾ ഇതിന് ആള് ക്യാൻസൽ ചെയ്ത്. അതെ, സമയം കൂടുതലായതുകൊണ്ടായിരിക്കും. ഊബർ ഓണാക്കാനൊരു പേടിയാ. അടുത്ത് 334 ഒന്ന് പോയാൽ നമുക്ക് അടുത്ത് സിറിൽ. ഇതെന്താ പേര്? ക്രീലോ 1.6. ഇതൊന്നുകൂടി ലാഭായിട്ടോ. ഇത് മറ്റേ നൊവോട്ടലിനെ തോന്നുന്നുണ്ട്. നൊവോട്ടലിന് നമുക്ക് നമ്മളെ പഴയ റൂമിന്റെ അടുത്തുള്ളൊരു ചങ്ങായിക്കിന്റെ അയൽവാസിയാണ്. അവര് നാളെ ഷൈൻ ടോം ചാക്കോനെ കിട്ടി നൊവോട്ടലിന്. അതിവിടെ അടിച്ചാൽ ഇൻഫോ പാർക്കിന്റെ അടുത്തുള്ളതാണ്. അവയെ സ്ഥലം പോട്ടെ. മറ്റേ ട്രിപ്പ് ക്യാൻസൽ ആയത് നന്നായി. ഇത് ഇത്ര 16 കിലോമീറ്റർ 300 എത്ര ഉണ്ട്. അയവാ പോയി പൊളിപ്പിക്ക്. ഇന്നലെ മറ്റേ അജിത്ത് റാപ്പിഡോയിൽ മാത്രം 1,900 എത്ര ഓടി. ഞാൻ ഊബറിൽ 1,900 ഓടിയപ്പോ ഓൻ 1,900 റാപ്പിഡോയിൽ ഓടി. അപ്പൊ നമുക്ക് ഇന്ന് കൂടുതൽ റാപ്പിഡോ ഓടാൻ നോക്കാം. ഇന്നിപ്പോ ഞാൻ അതാണ് ഊബർ ഫസ്റ്റ് ഓൺ ആക്കിക്കണെങ്കിൽ ആ റാപ്പിഡോ യാത്രയ്ക്ക് ഓൺ ആക്കണതിന് മുമ്പ് തന്നെ ചിലപ്പോൾ വല്ല 100 രൂപ 120 രൂപയുടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടാവും. അപ്പൊ നല്ല സർച്ചുള്ള സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് റാപ്പിഡോ ഓൺ ആക്കിയത്. അതുകൊണ്ട് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. മറ്റേ 250 പോയത് നന്നായി. അതായത് പോയി പിക്കട്ടെ ആളെ. എന്താ പേര്? സിറിയലോ. കുറച്ച് ഹിന്ദിക്കാരനായിരിക്കും. ഇത് നൊവോട്ടലിനല്ല കേട്ടോ. ഇനിയും ഉണ്ട് 650 മീറ്റർ. ഈ മതിലാണ് നൊവോട്ടലിന്റെ മതില്. അപ്പോ ഇത് എനിക്ക് തോന്നണത് അവിടെ ഒരു സ്കൈ ലൈനോ ഒലിവൻ തോന്നുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു ഫ്ലാറ്റ് ഉണ്ട് ഈ റോഡ് സൈഡിൽ തന്നെ. നമ്മളെ പുതിയൊരു പമ്പ് ഉണ്ട് അവിടെ. ആ പമ്പിന്റെ ഓപ്പോസിറ്റ്. അവിടേക്ക് കേറുന്നതാണ് ഒരു ബുദ്ധിമുട്ട്. ഒരു പൊക്കത്തിലാണ്. പിന്നെ ഇറങ്ങുമ്പോ നമുക്ക് അടിഭാഗം കാണൂല. അങ്ങനത്തെ ഒരു ഹോട്ടലാണത്. അതന്നെയാണോ നോക്കട്ടെ. അതന്നെയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ഫ്ലാറ്റ് ആയിരിക്കും. ഏകദേശം അവിടെയാണ് കാണുന്നത്. കേട്ടോ ഞാൻ പറഞ്ഞത്. കണ്ടോ വണ്ടി ഇറങ്ങുന്നുണ്ടോ? അപ്പൊ ഇതുമല്ല. അതുകൊണ്ട് നന്നായി. മഴത്തെ കണ്ട് കയറിയാലേ എത്താനായി. അപ്പൊ നമ്മളെ സ്ഥലം വേറെയാണ്. പ്രസ്റ്റീജും അല്ല, ഇത് പ്രസ്റ്റീജ് ഫ്ലൈറ്റ് ആണ്. ഇത് റൈറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഓലക്ക ഓന് വേറെ ഏതോ ലൊക്കേഷൻ എത്തിക്കാണ്. ഇപ്പൊ മെസ്സേജ് ടവർ 1 പ്രസ്റ്റേജ് ആള് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇനി പോയിട്ട് ഓനെ പിക്ക് ചെയ്യട്ടെ. ഏതോ ഫ്ലാറ്റ് ഏതാ? ടവർ 1 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് എക്സിറ്റ് ഓൺലി ആണ്. അപ്പോ എൻട്രി അവിടെ ആയിരിക്കും. ഞാൻ അങ്ങോട്ട് പോട്ടെ. അത് നമ്മള് ടവർ 1 എക്സിറ്റിന്റെ അവിടെയാണ്. അപ്പൊ അതിൽ എന്തായാലും കയറാൻ പറ്റൂല. അപ്പൊ ഇതിൽ കൂടി കയറിയിട്ട് ഇവിടുത്തെ എല്ലാ ഫ്ലാറ്റും ചിറ്റി ഇനി ഇവിടെ ലെഫ്റ്റ് ഉണ്ട്. അവിടെ മൊത്തം ചിറ്റി. അടിപൊളിയാട്ടോ. പ്രസ്റ്റീജിന്റെ ഫ്ലാറ്റ് അടിപൊളിയാണ്. നല്ല അടിപൊളി പാർക്കിങ്ങും സെറ്റപ്പ് സ്ഥലം. അപ്പൊ ഇനി ഇത് മൊത്തം ചിറ്റട്ടെ. എന്നിട്ട് എക്സിറ്റിന്റെ അവിടെയാണ് 1 ഇറക്കണത്. എന്നാ ഫസ്റ്റ് തന്നെ 1ന്റെ അവിടേക്ക് ഒരു എൻട്രി ഉണ്ടാക്കി കൂടെ അല്ലേ? അവിടെ ഒന്നും കണ്ടില്ല. അവിടെ നോ എൻട്രി കണ്ടത്. എന്തോ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് അവിടെ 1ന്റെ അവിടേക്ക് തിരിയുന്ന അവിടെ. അപ്പൊ ഇനി ഇവിടുന്ന് റേറ്റ് ആയിരിക്കും. ഇവിടുന്ന് റേറ്റ് തിരിയാ. ഇത് ടവർ 5 ആണിത്. അപ്പൊ ഇനി ഇങ്ങനെ കേറി പോയാല് നമ്മൾ ടവർ 1ലേക്ക് എത്തും. ഇതാണ് ടവർ 1 ആണോ? ഇവിടെ ഏജൻസിട്ടുമില്ലേ? അവിടെ എന്തോ ഒരു ബോർഡ് ഉണ്ട്. ടവർ 4 ആണ്ടത്. ടവർ 4. അപ്പൊ ഇനി ടവർ 1 ഇതായിരിക്കും ടവർ 1. നമ്മുടെ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. ഇയാളായിരുന്നു. അപ്പോ ഇയാള് നല്ല ഉറങ്ങിയിട്ട് ഗേറ്റ് ഒന്ന് മാറി. പിന്നെ ഷിപ്പ് യാർഡിക്കാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് യൂട്ടേൺ അടിക്കാൻ നോക്കിയപ്പോ അപ്പൊ ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. 334 രൂപയാണ് കിട്ടിയത്. അത്യാവശ്യം ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു നമുക്ക്. ഇന്ന് ഓടിയത് ഇതേത് ക്യാൻസൽ ചെയ്ത് 334. ഓക്കെ,
50 മിനിറ്റ് എടുത്തിട്ടോ, ഏകദേശം 1 മണിക്കൂർ എടുത്തു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് 334 കിട്ടിക്കണല്ലോ. 16 കിലോമീറ്റർ ഉണ്ടായിരുന്നേ യാത്ര. ഊബറിൽ ഇപ്പൊ ഇന്നലെ എത്ര 256 എത്ര മിനിറ്റ് എടുത്തില്ല നമ്മളാ പള്ളുരുത്തി പോയത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് 130 റുപ്യ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 20 രൂപ വെച്ചിട്ട് പെർ കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഞാനിപ്പോ ഊബർ ഓൺ ആക്കണോ വേണ്ട എഴുതി നിൽക്കണം. ഊബറിന്റെ വാലറ്റില് നമുക്ക് മൈനസ് ഉണ്ട്. അതെന്തായാലും കൊടുക്കാനാണ്, നമുക്ക് ഇപ്പൊ തന്നെ കൊടുക്കാം. ഇത് നമ്മൾ കൊടുക്കാന്ന് കഴിഞ്ഞാൽ എന്താണോ, നമുക്ക് ഓൺലൈൻ ട്രിപ്പ് തരുള്ളൂ ഊബർ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എല്ലാ ട്രിപ്പും തരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വണ്ടികൾ ആരും എടുക്കാത്തതുകൊണ്ട്, ഡ്രൈവർമാരില്ലാത്തതുകൊണ്ട് ഏത് ട്രിപ്പും തരും. സാധാരണ അവരങ്ങനെ ചെയ്യുക. ഇങ്ങനെ പൈസ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, മറ്റേ ട്രിപ്പ് മാത്രമേ തരുള്ളൂ. ഇതിപ്പോ എന്തായാലും കൊടുക്കാനുള്ളതാണ്. അപ്പൊ പിന്നെ പേയ്മെന്റ് ചെയ്തിടായിരുതി. അപ്പോ അതായിട്ടുണ്ട്. ഊബറിന്റെ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൺ ആക്കണോന്ന് നോക്കട്ടെ. ചിലപ്പോഴേ ഓൺ ആക്കുള്ളൂ. രാത്രി ഓൺ ആക്കാം. അതിലേതേലൊക്കെ ട്രിപ്പ് അടിക്കണ്ടോ നോക്കാം. ഇതിൽ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ നല്ലത്. കാരണം നമ്മൾ ഊബർ എടുത്ത് വണ്ടി ഒന്ന് അനങ്ങുമ്പോഴത്തേന് നമുക്ക് റാപ്പിഡോയിലെ യാത്രയിലോ ട്രിപ്പ് അടിക്കും. അതാണ് ഇതിന്റെ പ്രശ്നം. ഇനി ഊബർ റാപ്പിഡോയിൽ കിടക്കട്ടെ. ഊബറിൽ നല്ല സർജ് കാണിക്കുന്നുണ്ട്. എപ്പോഴും സർജ് ഉണ്ട് ഊബറിൽ. എന്ത് ചെയ്യും ഒന്ന് ആലോചിക്കട്ടെ. പോരുന്ന വഴിക്ക് വെണ്ണല വഴിയാണ് ഞാൻ പോകുന്നത്. മറ്റോടത്തു കൂടി വാഴക്കാല വഴി നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോ വെള്ളപ്പൊക്കം ഉണ്ട് കേട്ടോ. വെള്ളപ്പൊക്കം ഉണ്ട്. ഞാൻ ഇത് കാട്ടിത്തരാം. മറ്റേ വാഴക്കാല കടുക് റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, അവിടെ നല്ല വെള്ളമുണ്ട്. പിന്നെ ഞാൻ ഈ ട്രിപ്പ് എടുത്തിട്ട് ഒരു 300 മീറ്റർ പോകുന്നതിന് ശേഷമാണ് ട്രിപ്പ് ഇട്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ട്രിപ്പ് ഇട്ടിട്ടില്ല. ഏതായാലും ഫസ്റ്റ് ട്രിപ്പ് എടുത്തപ്പോൾ ട്രിപ്പ് ആക്കിയിട്ടുണ്ട്. 16 കിലോമീറ്റർ ഓടി. CNG നമുക്ക് 2 വട്ടമുള്ളൂ. നമ്മൾ CNGയിൽ 165 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്നാ CNG അടിക്കാൻ പോവാ ജനതാ പമ്പിലേക്ക്. ഇനിയിപ്പോ ജനതാ പമ്പാണ് ഇവിടെ അടുത്തുള്ളത്. ഞാനേ നമ്മുടെ അജിത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനിവിടെ ഹൈക്കോർട്ടിലുണ്ട്, CNG അടിച്ച് നിൽക്കാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ CNG ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളെ ഭാരത് പെട്രോളിയം ഉണ്ട് ഇവിടെ മറൈൻ ഡ്രൈവിന്റെ അവിടെ പുതിയതായിട്ട് തുടങ്ങിയതാണ് CNGന്റെ. അപ്പോൾ ഏതായാലും അവിടെ നിന്ന് അടിച്ചിട്ടില്ല. CNG ഉണ്ട് എന്ന് പറഞ്ഞു അവിടെ. അപ്പൊ അവിടെ പോയി CNG അടിക്കട്ടെ. എന്നിട്ട് അജിത്തിന്റെ അടുത്ത് പോവാം. നമ്മളെ നൗഗട്ടി ആപ്പ് ഉണ്ടല്ലോ, നൗഗട്ടി ആപ്പില് ഈ ഒരു പമ്പ് അപ്ഡേറ്റ് ആയിട്ടില്ല ഒന്നും കാണുന്നില്ല അതില്. അപ്പോ ഞാൻ അപ്ഡേഷൻ ചെയ്യാത്തോണ്ടാണ് അറിയില്ല കേട്ടോ. ആപ്ലിക്കേഷൻ അപ്ഡേഷൻ ഉണ്ടോന്ന് അറിയില്ല. അത് ഞാൻ നോക്കിയിട്ടില്ല. ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്തോണ്ടായിരിക്കും, എന്താ അറിയില്ല. പുതിയ പമ്പുകളൊക്കെ അതിൽ വരാറുണ്ട്. ഇതാണ് കേട്ടോ പമ്പ്. ഈ പമ്പിന്റെ ഈ ഭാഗത്താണ് കേറുമ്പോ തന്നെ കാണാൻ പറ്റും. ഇവിടെ CNG ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മളെ പുതിയ പമ്പിത്തെ CNG. CNG ഫില്ലിങ് വണ്ടി ആക്കണം അവിടെ. അപ്പൊ ഏതായാലും ഇനി CNG അടിക്കട്ടെ. CNG അടിക്കാൻ ഒരു കുറ്റിയുള്ളൂ, അല്ല 2 കുറ്റിയുണ്ട്. ഒന്ന് അവിടെ ഒന്ന് ഇവിടെ ഉണ്ട്. 2 കുറ്റിയുണ്ട്. ഒന്ന് അവിടെ ഒന്ന് ഇവിടെ. CNG അടിക്കട്ടെ. CNG 171 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനിയുണ്ട് 2 വട്ട. അത് അടിച്ചു വെക്കാം. ഇനിയിപ്പോൾ അതിനായിട്ടൊന്ന് കയറണ്ടല്ലോ. ഓക്കെ. ഇതിലെന്താന്നറിയില്ല, നമ്മളെ നൗഗട്ടിന്റെ ആപ്പില് നമ്മളെ പമ്പ് കാണുന്നേ ഇല്ല. പമ്പ് ഏതാ ഞാൻ കാട്ടിത്തരാം. അപ്പൊ കണ്ടോ, ഞാൻ നിക്കുന്ന അവിടെ ഇതാണ് ഇപ്പൊ ഞാൻ നിക്കുന്നത്. ഇവിടെ ഒരു പമ്പ് ഉണ്ട്. അപ്പൊ പമ്പ് കാണുന്നില്ല അവിടെ. പിന്നെ ഇത് വൈറ്റിലെ ജനതാ പമ്പ്, ഈ ഇന്ത്യൻ ഓയില്. പിന്നെ ഇത് നമ്മളെ ഇവിടെ ഐലൻഡിലുള്ളതാണ്. ഫോട്ടോ ചെയ്ത് തോപ്പുംപടി പോകുമ്പോഴുള്ള സ്ഥലത്ത്. ഇവിടുത്തെ പമ്പ് മാത്രം ഇതിൽ വന്നിട്ടില്ല. പ്ലേ സ്റ്റോറിലും ഇല്ല, പ്ലേ സ്റ്റോറിൽ അപ്ഡേഷനും ഇല്ല. ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. എന്താ സംഭവം എന്നാവും. ചിലപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരാഴ്ച എന്തോ ആയിട്ടുള്ളൂ തോന്നുന്നുണ്ട് തുടങ്ങിയിട്ട്. അപ്ഡേറ്റ് ആയി വരുമായിരിക്കും. അങ്ങനെ നമ്മള് CNG അടിച്ചു. ഫുൾ ടാങ്ക് കയറിയില്ലല്ലോ. പുതിയ പമ്പാണെന്ന് തന്നെ ഉള്ളൂ. ആ ചെക്കനെ ഓഫ് ചെയ്യാൻ വയ്യ. കുറച്ച് CNG ഒക്കെ പോയി. എല്ലാരും ഒന്ന് പേടിച്ചു. 636 രൂപ ആയിട്ടോ ഈ CNG അടിക്കാന്. ഫുൾ ടാങ്ക് കയറിയിട്ടില്ല. അപ്പോ അജിത്താണത് ആ വണ്ടി ഓടിക്കണത്. അപ്പൊ ഞങ്ങള് കുറച്ചേരം അവിടെ ക്യൂൻ വേല് പോയിട്ട് കുറച്ചേരം കാറ്റ് കൊള്ളായിരുന്നു. അപ്പൊ ഏതായാലും ഇപ്പൊ ഇനി ഊബറും റാപ്പിഡും എല്ലാം ഓണാണ്. അവിടെ ഒരു അരമണിക്കൂർ നിന്നിട്ട് അടിയണില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഹൈക്കോർട്ട് ഭാഗത്തേക്ക് പോകാനാണ് പരിപാടി. ഇവിടെ വന്നാലേ ഇപ്പൊ നേരത്തെ വന്നപ്പോ എന്തോ ഫ്രഞ്ച് കിസ് ഒക്കെ കണ്ടു എന്ന് പറഞ്ഞ്. ഇപ്പൊ ഇവിടെ എന്തൊക്കെ പേ നോക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും വർക്കിന് ഇറങ്ങുന്നതാണ്. രാജ്യത്തെ അവിഹിതല്ല, പേ നോക്കി കൊടുക്കാണ്. പാവങ്ങൾ ജയിച്ചു പോട്ടെ. നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അജിത്തിന് പടമുകളിലേക്ക് ഒരു ഓലയിൽ ട്രിപ്പ് അടിച്ച് പോയി. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ നമുക്ക് ഊബറിൽ ഞാൻ ഇങ്ങോട്ട് പോന്ന്. അപ്പൊ MG റോഡ് ഭാഗത്തേക്ക് വന്നപ്പോ നമുക്ക് ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പൊ മാപ്പ് വേറെ എവിടെയൊക്കെയാണ്. അപ്പോ ഞാൻ വിളിച്ചു നോക്കിയപ്പോ അതാ ഡയാലിസിസ് ബ്ലോക്കിന്റെ അവിടെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് നേരെ വിടാം. നേരെയാണോ ചിലപ്പോൾ ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞുകൊണ്ട് ചിലപ്പോൾ 1 വേ കയറും. ആരോടെങ്കിലും ചോദിച്ചിട്ട് പോകും. അവിടെ ചോദിക്കാൻ പറ്റിയ ആൾക്കാരും ഇല്ലല്ലോ. അവിടെ സെക്യൂരിറ്റിക്കാരുണ്ട്. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ ഈ വീട്ടിലേക്കായിരുന്നു. 204 രൂപ നമുക്ക് കിട്ടി. 29 മിനിറ്റ് അല്ലേ.
അത് 4 പേരുണ്ടായിരുന്നു, 2 ചേട്ടന്മാരും അവരൊക്കെ 2 വൈഫുമാരും. 2 ഏട്ടന്മാര് ഒരു കോമ്പോ കുറച്ച് നേരത്തെ ഒരു 500 മീറ്റർ മുമ്പ് ഇറങ്ങി. ഇയാൾക്കാണെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാനും അറിയണില്ല. കുറേ നേരം വണ്ടിയിൽ തന്നെ ഇരുന്ന് അങ്ങനെ തന്നെ പോയി. സമയം ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ പോയിണ്ടാവും. 10 ഇല്ല, ഒരു 5. പിന്നെ വഴി കണ്ടില്ലേ, വഴി കുറച്ച് ബാഡാണ്. ഈ കട്ടകളും കൊട്ടകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടുന്ന് പുറം ചാടി കിട്ടണം. ഒരു 700 മീറ്ററും കൂടിയും കഴിയാൻ നേരത്തെ നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു 200 സംതിങ്ങിന്. അത് കിട്ടിയില്ല, പോയി. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെട്ടേനെ. അതാ അപ്പം വന്നു പോയിട്ട് ഒരു റഡാർ ഒരു മാച്ച് ട്രിപ്പ് ഇപ്പൊ വന്നു പോയി 259 രൂപ. ട്രിപ്പ് ആയിട്ട് വരാതെ കട്ടെ 21 കിലോമീറ്റർ. മറ്റേ 20 കിലോമീറ്ററിന് ഒരു 400 റുപ്യയിലും കിട്ടണം. ഇത് 359 റുപ്യയും 21 കിലോമീറ്ററും. അത് ലോങ് ടൈമാണ് സമയം കണ്ടത്. അപ്പൊ എന്തായാലും 1 മണിക്കൂറിന് മേലെ എന്തായാലും പോകും. ഏതോ അതൊക്കെ ഞാൻ നോക്കിയില്ല, ഞാൻ എടുക്കാൻ നിൽക്കാന്. പിന്നെയാണ് കണ്ടത് 21 കിലോമീറ്റർ. അപ്പോ എവിടെ ഇപ്പൊ ഇത് റോഡ്? ഈ റോട്ടുമ്പോ ഒന്ന് എക്സിറ്റ് അടിക്കണല്ലോ, ആരോടെ പോയി ചോദിക്കണം. അവിടെ റോഡ് കണ്ടു ഞാൻ, അതാണോ എന്നറിയില്ല. അവിടെ നമ്മള് റോട്ടിൽ എത്തിട്ടോ. റോട്ടിൽ എത്തിയിട്ട് ഒരു 500 മീറ്റർ പോകുന്നപ്പോ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ലിബിൻ 200 രൂപയുടെ മറൈൻ ഡ്രൈവിലേക്കാണ്. അപ്പൊ തിരിച്ച് വീണ്ടും മറൈൻ ഡ്രൈവിലേക്ക് പോവാം നമുക്ക്. ലിബിൻ എത്ര കിലോമീറ്റർ ഉണ്ടോ കേട്ടോ പിക്കപ്പിന്? പിക്കപ്പ് 650 മീറ്റർ ഉണ്ട് ലിബിൻ. അപ്പൊ നമ്മള് കസ്റ്റമറുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഹെഡ് കാണുന്നില്ല കേട്ടോ, നമുക്ക് വിളിച്ചു നോക്കാം. ലിബിനെ വിളിച്ചു നോക്കാം. ലിബിൻ കോൾ. ഹലോ ഹലോ. വന്നല്ലേ? ആ വന്നിട്ടുണ്ട്. പള്ളിയുടെ ഹലോ. പള്ളിയുടെ ഫ്രണ്ടിലല്ലേ? ഓക്കെ ഓക്കെ. പള്ളിയുടെ ഫ്രണ്ട് കേട്ടോ, പള്ളി ഇതാണേ. അപ്പോ ഇത് അവന് എന്താ അറിയില്ല, അമ്മച്ചി വരട്ടെ, അമ്മച്ചിക്ക് ബുക്ക് ചെയ്ത് കൊടുത്താണ്. നമ്മള് വീണ്ടും ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇവിടേക്കായിരുന്നു ആ ട്രിപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ആ റേറ്റ് തന്നെ. ഇതിന് 191 രൂപ കിട്ടി, മറ്റേതിന് 204 കിട്ടി. ഇത് 9.36 കിലോമീറ്റർ, മറ്റേത് 10 കിലോമീറ്റർ. ഇത് 27 മിനിറ്റ് എടുത്ത്, മറ്റേത് 29 മിനിറ്റ് എടുത്ത്. അപ്പൊ ഏതായാലും ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങട്ടെ. നമുക്ക് പോരുന്ന വഴിക്ക് റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. മറ്റേ തേവരന്ന് 190 രൂപ 6 കിലോമീറ്റർ. നമുക്കിപ്പോ ഒരു റഡാർ ട്രിപ്പ് അടിച്ചു, മാച്ച് ട്രിപ്പ് 177 രൂപ 6.9 കിലോമീറ്റർ. മൾട്ടിപ്പിൾ സ്റ്റോപ്പാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല. നമ്മളിപ്പോ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എത്താനായി. ഇവിടുന്ന് കുറച്ചുകൂടി പോയാൽ ലെഫ്റ്റ് തന്നെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തും. അപ്പൊ നമുക്ക് അവിടെ സൈഡാക്കാം. അവിടുന്ന് വല്ല ട്രെയിനും വരുമ്പോ ട്രിപ്പ് അടിക്കുമ്പോൾ എടുത്ത് ഓടാം. അത് എടുത്താൽ മതി എന്നൊക്കെ ഇപ്പൊ ഒരു ചെറിയൊരു തോന്നലുണ്ട്. അത് പോട്ടെ, കുഴപ്പമില്ല. 177 രൂപയുടെ ട്രിപ്പായിരുന്നു. അത് 1.5 കിലോമീറ്റർ പിക്കപ്പും ഉണ്ട്. പിന്നെ മൾട്ടിപ്പിൾ സ്റ്റോപ്പാണത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഇവിടെ 10 മിനിറ്റ് ആയി, 1:08 ആയിട്ടുണ്ട് സമയം. നമുക്ക് ഈ റോഡിന്റെ തൊട്ടപ്പുറത്താണ് സമൃദ്ധി. അവിടെ പോയിട്ട് ഒരു ചോറ് കഴിക്കാം. കുറച്ചു മുമ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഒരു ഊണ് കഴിക്കാം. പിന്നെന്താന്ന് വെച്ചാൽ ചിലപ്പോ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. അതാണ് ഒരു പ്രശ്നം വരിക. നമ്മള് ഇപ്പൊ ഇട്ടിരുന്ന സ്ഥലം കുഴപ്പമില്ലാതെ നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടോന്നാവോ? ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ തിരിച്ചു വരുമ്പോഴത്തേനും അവിടുത്തെ സ്ഥലവും പോയിട്ടുണ്ടാവും. ഇവിടേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് നോക്കി നോക്കട്ടെ. ഇപ്പൊ ഇന്ന് വലിയൊരു തിരക്കില്ല റോട്ടിൽ കൂടി ഒന്നും. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ട്രിപ്പ് ഊബറിലല്ല റാപ്പിഡോയിൽ പോകുന്ന ട്രിപ്പിന് മാത്രമേ നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ വല്ലാണ്ട് ബ്ലോക്ക് കിട്ടിയില്ല. ഒരു തിരക്കില്ലാത്തൊരു ദിവസം പോലെ തോന്നുന്നു. നോക്കട്ടെ, ഇവിടെ വണ്ടി ഇടാൻ പറ്റുന്ന നോക്കട്ടെ. സമൃദ്ധിയിൽ നല്ല തിരക്കാട്ടോ. നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 147. ഇപ്പൊ ഞാനിവിടെ കലൂരുള്ളത്. ഞാൻ ഇവിടെ മറ്റോടത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല. അപ്പൊ ഇവിടെ ഫുഡ് കഴിക്കണ ഒരു സ്പോട്ട് ഉണ്ട്, പാർക്ക് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. ഒരു വീട്ടിലെ ഊണ്. അപ്പൊ അവിടേക്ക് തിരിയാൻ നോക്കുമ്പോ അവിടെ വഴി മൊത്തം വെള്ളം കയറിയിട്ട് ഇത് വെച്ചിട്ട് മറ്റേ വെള്ളം അടിച്ച് കളിയാണ്, മോട്ടർ വെച്ചിട്ട്. അത് ഇവിടെ റോഡുണ്ട്. അപ്പോ എനിക്ക് അപ്പൊ തന്നെ ഒരു 147 രൂപക്ക് ഒരു ട്രിപ്പ് അടിച്ച് ഒരു വൈറ്റിലെ ഹബിലേക്ക്. ഇനിയിപ്പോ അവിടുന്ന് ഫുഡ് കഴിക്കാം. അപ്പൊ ഇതിപ്പോ ആസാദ് റോഡാണ്, കലൂരിലുള്ള ആസാദ് റോഡ്. അപ്പോൾ ആളെ പോയി പിക്ക് ചെയ്യട്ടെ. വൈറ്റിലെ ഹബിലേക്ക് 147 രൂപയുടെ ട്രിപ്പ്. അപ്പൊ നമ്മളിവിടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് കാണുന്നുണ്ട്, ഡ്രീം ഫ്ലവർ. കസ്റ്റമർ കാണാൻ ലസ്മീന എന്നാണ് പേര്. കസ്റ്റമറെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഒരു കാറ് വരുന്നുണ്ട്. ഇതാണ് കുഴപ്പം. ഈ കസ്റ്റമർ ആള് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിന്നൂടെ. ഈ ചെറിയ വഴികളൊക്കെ ആകുമ്പോ നമുക്ക് കൺഫ്യൂഷൻ ആണ്. മറ്റേ ആ ഫ്ലാറ്റ് തന്നെയാണ്, അതുകൊണ്ട് അങ്ങോട്ട് കയറ്റാനും പറ്റൂല. ഇനി ആ കാർ ഇങ്ങോട്ടാണോ നോക്കട്ടെ.
കാറ് ഇങ്ങോട്ട് തന്നെയാണ്, അതാണ് ഹോൺ അടിക്കണേ. ഇപ്പം അവിടെ ഒടിച്ചു വരാം. പണ്ടായിരം ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒടിച്ചിട്ട് ഇവിടെ സൈഡാക്കാം. എന്നിട്ട് ആ പെണ്ണ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പിടിക്കട്ടെ. ഒരു ഏകദേശം ഇവിടെയൊക്കെ നിൽക്കുമ്പോഴും നമുക്ക് ആ ഒരു സമയം റെഡി ആക്കാറോ. ഊബറിൻ്റെ സമയം ക്യാൻസൽ ചെയ്ത പൈസ ഇട്ടേ. കസ്റ്റമർ ഉണ്ട് ഇപ്പോഴൊക്കെ കോളിലാണ്, എടുക്കുന്നില്ല. നമ്മളെന്തായാലും എവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മളെ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 2:52, 2:53 അതാണ് ഡ്രീം ഫ്ലവർ. അപ്പോൾ എനിക്ക് തോന്നണായി തന്നെ ആയിരിക്കും. മറ്റേ ഹെഡ് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ അത്രയും നേരം അവിടെ നിന്നിപ്പോൾ വണ്ടി ഒടിച്ചു വന്ന് നമുക്ക് ഇവിടെ നിൽക്കാം. കസ്റ്റമർ വിളിച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബി റൈറ്റ് ദെയർ. പക്ഷെ എവിടെ നമ്മൾ കുറേ വിളിച്ചു, അവരിങ്ങോട്ട് കോൾ ചെയ്യട്ടെ. ഐ ആം ഹിയർ. നമ്മളിഞ്ഞ അവിടെ പോയാലേ ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. ഓക്കെ അതാണ്ട് വിളിക്കുന്നുണ്ട്. വൈറ്റില ഹബിലേക്കായിരുന്നു കേട്ടോ. ഈ ഒരു 4 മക്കളായിരുന്നു. അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ടല്ലോ. ഐ വി ലീഗ് നമ്മൾ ഇടച്ചിറാണെന്ന് തോന്നുന്നു. ശ്രീകുട്ടിയാണ്, വൈറ്റില മൊബൈലിറ്റി ഹബ്. ഒന്ന് കോൾ ചെയ്ത് നോക്കട്ടെ. ഇപ്പം അടിച്ച ട്രിപ്പ് ഉണ്ടല്ലോ, ഞാൻ ആദ്യം ഒരട്ടം വിളിച്ചു. അപ്പോൾ അവരെന്തൊക്കെയാ അഭിനകത്തുണ്ട് പറഞ്ഞ് വേറെ കോളും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ വരുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഇങ്ങോട്ട് അടിച്ച് അവർ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് അടിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ കണ്ണൂർ ബസ്സിൻ്റെ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞേ വണ്ടി അങ്ങോട്ട് കയറൂല, അഭിനകത്തോട്ട് കയറൂല പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പമ്പിൻ്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. കസ്റ്റമർ കേട്ടോ, 1, 2, 3, 4 ആൾക്കാർ. അത് നമ്മൾ എടച്ചിറയിലുള്ള ഐ വിയിലേക്ക് സ്കൈലൈൻ്റെ ഒരു ഫ്ലാറ്റിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വരുന്ന വഴിക്ക് ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു 1.4 കിലോമീറ്ററിൽ ഒരു പിക്കപ്പ് കിട്ടിയിട്ടുണ്ട്. തൃപ്പൂണിത്തറക്കാണ്. 200 എത്ര ഉണ്ട് ഫെയർ. റാപ്പിഡോയിൽ കുറേ ട്രിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഊബറിൽ ഈ ട്രിപ്പ് വന്നത്. അതുകൊണ്ട് ഞാൻ റാപ്പിഡോൻ്റെ ആ ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. നമ്മളെ കസ്റ്റമർ ഇതായിരുന്നു കേട്ടോ. ഈ ലൈന് ഷർട്ട് ഇട്ട ആളാണ് പേയ്മെൻറ്റ് ചെയ്തത്. ഹിന്ദിക്കാരന്മാരാണ്, പക്ഷെ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി ഹിന്ദിക്കാരന്മാരെന്ന് തോന്നുന്നുണ്ട്. നല്ല ടിപ്പൊക്കെ തന്നിട്ടുണ്ട്. ടിപ്പ് പറയാനൊന്നുമില്ല, കുറച്ച് 278 എത്ര ഇട്ടത്, 280 അത് ഇട്ടല്ലോ. നമ്മളെ മലയാളികൾ 278.34 അപ്പോൾ 279 അവിടെ ഉണ്ട് ശരിക്ക്. എന്നിട്ട് 58 ഇട്ട് പോണവരുണ്ട്. അപ്പോൾ ഇയാൾ 80 ഇട്ട് അങ്ങനെ ഇടണ്ട് എഴുതിയിട്ട്. അപ്പോൾ വലിയൊരു ഐഫോണൊക്കെ ഉണ്ട്. ഏതോ 40 പ്രോയോ ഏതൊക്കെ കയ്യിൽ ഏതൊക്കെ ഫോണുണ്ട്. അപ്പോൾ 987 രൂപക്കാണ് ഓടിയത്. റാപ്പിഡോ യാത്രയെന്ന് ഓടിയോ. റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് ഓടിയിട്ടുണ്ട്. സമയം 2:49 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു വിശപ്പുണ്ട്. ഞാൻ ഈ ട്രിപ്പ് എടുക്കണമെന്ന് കരുതിയല്ല, പിന്നെ അക്സെപ്റ്ററായിട്ട് പോകുമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഓഫ്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഓടുന്നുള്ളൂ. ഫുഡായിട്ട് ചോറ് കിട്ടുമെന്ന് അറിയില്ല ഈ സമയത്ത്. ഇതുണ്ടോ ഇൻട്രസിറ്റിൻ്റെ അപ്ഡേഷനാണിത്. അപ്പോൾ ചോറ് കിട്ടുമെന്ന് അറിയില്ല. എന്തെങ്കിലുമൊക്കെ നണ്ണീറ്റ് തുടങ്ങാം ഇനി. ഇതിപ്പോൾ നമ്മളെ ഇരുമ്പനം കുറച്ച് ഉള്ളിൽ കയറിയിട്ടുണ്ട്. 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക്. അവർ ഈ പണിൻ്റെ എന്തോ ബന്ധപ്പെട്ട് വന്നതാണ്. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. സമയം ഇപ്പോൾ കറക്റ്റ് 4 മണിയായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഹിൽ പാലസിൻ്റെ അവിടെയാണ്. ഹിൽ പാലസിൻ്റെ മതിലാണിത്. അതിൻ്റെ ഇവിടുന്ന് ബാക്കിൽ നിന്നൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇനി നമുക്ക് ഊബർ ഓണാക്കി വെക്കാം. ഊബർ കുറേ നേരമായിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് ചോറ് കഴിക്കാനെന്നും പറഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് കുറേ നേരമായി. ലാസ്റ്റ് ട്രിപ്പ് അടിച്ചത് 2:14 അപ്പോൾ ഊബർ ഓണാക്കിയിട്ടുണ്ട്. പിന്നെ റാപ്പിഡോയിൽ നമുക്ക് ഇൻട്രസീറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇൻട്രസീറ്റിൻ്റെ അത് വെറുതെ ആണ്. അതുണ്ടോ അതിൻ്റെ അപ്ഡേഷൻ വരുന്നുണ്ടോ. അപ്പോൾ ഇത് അജിത്താണ് എനിക്ക് കാട്ടി തന്നത്. ഇങ്ങനെ എടുത്തിട്ട് സർവീസ് മാനേജർ അടിക്കുക. അപ്പോൾ അത് എൻ്റെത് ഇൻ റിവ്യൂവിലാണ്. ഇവിടെ ഒരു ഇതേപോലെ ഗെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിന്മേൽ ക്ലിക്ക് ചെയ്താൽ ഇൻ റിവ്യൂ എന്നാവും. നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞാലുള്ളൂ ഇൻട്രസിറ്റി വരുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ചെയ്തോളൂ. ഇങ്ങനെ ആയാലും ഇൻട്രസിറ്റി വരുള്ളൂ. തിരുവനന്തപുരം വരെ, അതേപോലെ തിരുവനന്തപുരം ടു കൊച്ചി അങ്ങനെയാണ് ഇൻട്രസിറ്റി കാണിക്കുന്നത്. അപ്പോൾ റാപ്പിഡോയും ഓണാക്കാം. സമയം 4:01 ആയിട്ടുണ്ട് കേട്ടോ. യാത്രയും പാടെ ഓണാക്കാം. അപ്പോൾ ഇവിടെ കുറേ നേരമായി. ഇനിയിപ്പോൾ ഓണാക്കിയിട്ട് ഒരു അരമണിക്കൂർ നിന്ന് നോക്കാം. ഇന്ന് ഹിൽ പാലസിൽ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ വല്ല ട്രിപ്പ് അടിയോ നോക്കാമല്ലോ. ഒരു അരമണിക്കൂർ കൂടി നിന്ന് നോക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അതുപോലെ വേറൊരു സംഭവം ഉണ്ടായി. നമ്മൾ ആ വൈറ്റിലൊക്കെ ആക്കിയ കസ്റ്റമർ ഉണ്ടല്ലോ. നമ്മൾ കസ്റ്റമർ ആദ്യം കണ്ടില്ല, പിന്നെ ഒരു പെണ്ണ് വന്ന്. അപ്പോൾ ആ പെണ്ണിനെ കണ്ടപ്പോൾ വേഗം വണ്ടി വന്നിട്ട് എന്നോട് പറഞ്ഞ് 150 ഫെയർ ഉള്ളത്, ഞാനിപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യാം. പക്ഷേ ഇത് 100 പേയ്മെൻറ്റ് ചെയ്യണുള്ളൂ, 50 അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കോന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവം എന്ന് എഴുതി. അവർ ചിലപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചു. പിന്നെ എന്നോട് ഇങ്ങനെ പറയണ്ട 50 വാങ്ങിയാൽ മതി. അത് ഈ 150 ഉള്ള കാര്യം അവരോട് പറയണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് 50 ആയി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് സംഭവം മനസ്സിലായില്ല. പിന്നെ എനിക്കൊരു ഡൗട്ട്, ചിലപ്പോൾ അവർ
അച്ഛനമ്മയും പിന്നെ 2 കുട്ടികളുമാണ് വണ്ടി കയറാൻ നിൽക്കുന്നത്. ഇവര് കയറുന്നില്ല. അപ്പൊ എനിക്ക് തോന്നണ ഈ ഓൾഡ് ജനറേഷൻ ഒക്കെ ആണല്ലോ. അപ്പൊ കുറച്ചാണ് പോകുമ്പോഴത്തേന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഡ്രോപ്പ്. അപ്പോൾ കുറച്ചാണ് പോകുമ്പോഴത്തേന് 160 ആയോ എന്നൊരു ചോദ്യം. അങ്ങനത്തെ ഓൾഡ് ജനറേഷൻ ആയിട്ട് അങ്ങനെ ചെയ്തതാണോ എന്നറിയില്ല. പിന്നെ എന്നിട്ട് അവിടെ എത്തി കഴിഞ്ഞിട്ട് ഞാൻ എത്രയായും ചോദിച്ചു ചേട്ടനോട്. അപ്പോൾ ഞാൻ പറഞ്ഞു 60 ആണ്, 160 ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 60 തന്നു. അപ്പോൾ ഇത്ര ആയതുള്ളൂ എന്നും കൂടിയും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇനി എന്താണെന്ന് അറിയില്ല, എന്താണ് അങ്ങനെ സംഭവം എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും എന്നിട്ട് 60 തന്നിട്ട് ഒരു താങ്ക് യു പറഞ്ഞിട്ട് പോയി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രിപ്പ് അടിക്കുമെന്ന് അറിയില്ല. എല്ലാം ഓണാക്കിയിട്ടുണ്ട്. 4:03 ആയിട്ടുണ്ട് സമയം. ഒരു അരമണിക്കൂർ കാത്തു നോക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കരിങ്ങാച്ചിറ അല്ലെങ്കിൽ തൃപ്പൂണിത്തറ ഭാഗത്തേക്ക് പോവാം. ഭാഗ്യത്തിന് നമുക്ക് ഹിൽ പാലസിൽ തന്നെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മളെ കറക്റ്റ് ഇവിടെ ഇന്നലത്തെ പോലെ വാതിലൊന്ന് മുട്ടുമോ. ആദ്യം നമുക്ക് ഒരു 2.7 കിലോമീറ്ററിൽ ഒരു മാച്ച് ട്രിപ്പ് വന്നു പാലച്ചോടിലേക്ക്. 204 രൂപ, 10 കിലോമീറ്റർ ഡ്രോപ്പ്. അപ്പൊ ഞാനത് എടുത്തില്ല, കാരണം ഇവിടുന്ന് അടിക്കുമോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടുന്ന് അടിച്ചിട്ടുണ്ട്. നമുക്ക് ആളെ വിളിച്ചു നോക്കാം. ചിലപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും. ഈ പോകുന്നതാട്ടോ നമ്മളെ കസ്റ്റമർ. 2 പേരുണ്ടായിരുന്നു. പക്ക ലോക്കലൊന്നല്ല, വലിയൊരു വീടുണ്ട് അവിടെ. അപ്പൊ 2 പേരുണ്ടായിരുന്നു. 2 പേരും കള്ള് കുടിച്ചു, നല്ലോണം കള്ള് കുടിച്ചിട്ടുണ്ട്. സ്മെല്ലുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ. അപ്പൊ നമുക്ക് ഈ ട്രിപ്പ് അടിക്കണതിന്റെ മുമ്പ് തന്നെ നമ്മളെ വണ്ടിന്റെ ബാക്കിൽ ഇവർ 2 പേരുണ്ട്. അത് കഴിഞ്ഞ് ട്രിപ്പ് അടിച്ചിട്ട് ഇവര് ഹിൽ പാലസ് ആണല്ലോ ട്രിപ്പ് ഇട്ടിട്ടുള്ളത്. ഇവര് ഫൈറ്റ്, ബൈക്കും കാറും ഫൈറ്റ് ആട്ടോ പോയത്. അപ്പോ അങ്ങനെ നമ്മളെ വണ്ടിന്റെ ബാക്കിലുണ്ടായിരുന്നു ഇവര് 2 പേരും. അപ്പൊ ഇവർ ഇട്ടിരിക്കുന്ന ലൊക്കേഷൻ ഹിൽ പാലസ് ആണല്ലോ. അപ്പൊ ഞാൻ ഹിൽ പാലസിന്റെ ഗേറ്റിന്റെ അവിടെ പോയിട്ടാണ് ഇവരെ വിളിച്ചത്. അപ്പൊ ഇവര് വണ്ടി നമ്പർ 642 അല്ല കണ്ടുകൂടി ഞങ്ങളാണ്ട് വരാറ്. വന്നപ്പോ ഇവര് 2 പേര്. അപ്പൊ ഞാൻ ചോദിച്ച് നിങ്ങളെ മുമ്പ് നിന്നുള്ളപ്പോ ഞാൻ വണ്ടി എടുത്ത് പോകുന്നതാണ്. ഞാൻ അവിടെ പാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞല്ലോ. അപ്പൊ അവർക്ക് എന്താ കള്ളു കുടിച്ചിട്ട് ഓർമ്മയില്ല. എന്നിട്ട് പിന്നെ വേറെ രസം, കുറെ പോകുന്നതിന് ശേഷം ഒരാൾ ചോദിച്ചു OTP കിട്ടിയോ, OTP പറയട്ടെ. 10 കിലോമീറ്റർ കഴിച്ചിരിക്കണു, OTP എപ്പോഴാ പറയട്ടേന്ന്. അപ്പൊ ഓൾറെഡി പറഞ്ഞിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് വീണ്ടും പറഞ്ഞു 42. അപ്പൊ ഞാൻ ചോദിച്ചാ 42 ഫുള്ള് പറഞ്ഞ ഓക്കെ, മാപ്പ് കിട്ടി. അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ പോയില്ല. പക്ഷെ എങ്കിലും അവരെ സംസാരങ്ങളൊക്കെ ക്ലിയർ ആണ്. അവർക്ക് പരസ്പരം പറയാനുള്ളതൊക്കെ അവര് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും നമ്മളെ OTPന്റെ കാര്യമൊക്കെ മറന്നേക്കണേ. പിന്നെ AC ഞാൻ അവർ കയറുമ്പോൾ തന്നെ 2-ലിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്. ഇപ്പൊ നമ്മൾ 1-ലിട്ടിട്ട് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ വണ്ടി കുറെ നേരം ഓഫ് ചെയ്തിട്ടാണല്ലോ, ജസ്റ്റ് 2-ലിട്ട് തണുപ്പിച്ച് വെച്ച്. അപ്പൊ ആള് കയറിയപ്പോ തന്നെ AC കുറച്ച് കൂട്ടിക്കോട്ടാണ്. ഈ കള്ളു കുടിച്ച് കഴിഞ്ഞ ആൾക്കാർ കയറുന്നവരൊക്കെ പറച്ചിലാണ് AC കുറച്ച് കൂട്ടിക്കയറുക, കാരണം അവർക്ക് തണുപ്പ് തികയില്ല. അപ്പൊ കൂട്ടിക്കൊടുത്തു. എന്നിട്ട് പെരുന്തണുപ്പായപ്പോ ഞാൻ 2 കന്നിട്ട്. അപ്പൊ എന്നോട് കാറ്റ് ഇങ്ങോട്ട് എത്തണില്ലല്ലോ. അപ്പൊ മറ്റേ എത്തണ്ട് കാരണം. അപ്പൊ ഞാൻ ഒന്നുകൂടി 3 ഇട്ടുന്നിട്ട് ഞാൻ എന്റെ അടുത്ത് വിൻഡോ ക്ലോസ് ചെയ്തിട്ട്, കാരണം അത്ര തണുപ്പായി. അതായത് ഇപ്പൊ ഒരാൾ കുറച്ച് അപ്പുറത്ത് ഇറങ്ങിപ്പോയി, ഒരു 600 മീറ്റർ അപ്പുറത്ത് ഇറങ്ങി. ഇയാള് ഇവിടെ ഇറങ്ങി. ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേ കേട്ടോ, 223 ഉണ്ട്. സേതു ബാക്കിലാന്ന് തോന്നുന്നുണ്ട്. 2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്, 11 കിലോമീറ്റർ ഡ്രോപ്പും. ഇത് എവിടേക്കാണ്? ഓക്കെ, ബാക്കിലോട്ട് പോകണം. ബാക്കിക്ക് പോയാൽ ഉദയംപേരൂര് ആ ഭാഗം, അല്ല പുതിയകാവ്. ഫ്രണ്ടിക്ക് പോയാൽ ഉദയംപേരൂര്. അപ്പോൾ പോയി ആളെ പിക്ക് ചെയ്യട്ടെ. 2.1 കിലോമീറ്റർ നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ പോകുന്ന ആളാണ്. നമ്മളെ എക്സ്പ്രസ് വേയിലൊരു സണ്ണിവാലുണ്ട്, SFS ഫ്ലാറ്റ്. അതിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ആളൊരു മെജീഷ്യനാണ്. ഇപ്പൊ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, സുധ. നമുക്ക് സർജ് ഉണ്ട്. സർജിലാണ് അടിച്ചിട്ടുള്ളത്. 200 എത്രയുണ്ട്. ഡ്രോപ്പ് എത്രയാന്ന് നോക്കിയില്ല. അപ്പൊ ഏതായാലും ഇത് പിക്ക് ചെയ്യട്ടെ. ഇതാട്ടോ നമ്മുടെ കസ്റ്റമർ. ആളൊരു കോമഡി ആണ്. ആള് വന്നിട്ടുണ്ട്. മുടി ഉണങ്ങിയിട്ടില്ല, അതിപ്പോ തന്നെ വന്നോ, എന്ത് വർത്താനാണ്. പിന്നെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആള് പാട്ട് പാടുന്ന ഒരാളാണ്. അപ്പോൾ പ്രോഗ്രാമിന് പോകും. അപ്പോൾ ആഡ് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും. 300 എത്രയുണ്ട് കേട്ടോ ഫെയർ. ഇങ്ങോട്ട് 200 ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ആഡ് സ്റ്റോപ്പ് ഇട്ടു. ചേരാനെല്ലൂർക്കാണ്. എന്താണോ മെമ്മോറിയൽ ഹാള് ചേരാനെല്ലൂർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആള് ഇവിടുന്ന് ഒരാളെ പിക്ക് ചെയ്യാണ്ട് ആളെ കൂട്ടാൻ പോയിക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ എത്ര നേരം ഉണ്ടാവും ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടാവും, ഞാൻ ആഡ് സ്റ്റോപ്പ് അടിച്ചിരിക്കണല്ലോ. ഞാൻ പറഞ്ഞു ആഡ് സ്റ്റോപ്പിൽ സമയമല്ല, വെയിറ്റിംഗ് ഇല്ല. എന്നോട് പറഞ്ഞു ഒരു 5 മിനിറ്റ് ഉള്ളൂ. ഓക്കെ, 5 മിനിറ്റ് ഒന്നും നമുക്ക് കുഴപ്പമില്ല. ചിലർ കൂടുതൽ നിൽക്കണം, അത് കുഴപ്പമില്ല, ഞാൻ കൂടുതൽ എമൗണ്ട് എന്തെങ്കിലും തരാന്ന്. ഇനി തരാണെങ്കിൽ തന്നോട്ടെ അല്ലേ, വെയിറ്റിംഗ് ഇല്ലാന്ന് പറഞ്ഞുകൂടെ ഞാൻ. പിന്നെ 5 മിനിറ്റിന് കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൾ വരട്ടെ. ഇപ്പം സമയം 5:55 ആയിട്ടുണ്ട്. ഇനി ചേരാനെല്ലൂർക്ക് എത്ര സമയം എടുക്കും? 29 മിനിറ്റ് കാണിക്കുന്നുണ്ട്, 1/2 മണിക്കൂർ. അപ്പം ഇനി ഇത് കഴിയട്ടെ, ആള് വരട്ടെ. അത് ഡ്രോപ്പ് ചെയ്തിട്ടോ. ഈ ചേച്ചിയാണ് നമ്മൾ കസ്റ്റമർ ഉണ്ടായിരുന്നത്. നമ്മളൊരു ട്രിപ്പ് മാച്ചിങ്ങിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ട്രിപ്പ് ആവുമെന്ന് അറിയില്ല, ആയിട്ടില്ല എന്ന് തോന്നണേ.
ആവാത്തുമ്പോ ഇവിടെ ഒരു 8 കാണിക്കാറുണ്ട്. ഓ അതായി റിയാസ്. ഓക്കെ സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ പോട്ടെ. ഇത് മാച്ച് ട്രിപ്പ് വന്നപ്പോഴേ 0.8 കിലോമീറ്റർ കണ്ടത്, അതായത് 800 മീറ്റർ. ഇപ്പോൾ ഞാൻ എടുത്തപ്പോൾ 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പോകുന്നത് 2 കിലോമീറ്റർ. ഊബർ നമ്മളെ പറ്റിച്ച്. ഞാൻ തന്നെ ഇവിടെ എത്തുമ്പോൾ റാപ്പിഡോ യാത്ര ഓൺ ആക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഇത്ര ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെറുതെ ചാർജ് പോകേണ്ട ചെയ്തിട്ട്. അപ്പോൾ അത് ഓണാക്കാൻ മറന്നു. ഇവിടെ എത്തുന്നതിൻ്റെ 1 കിലോമീറ്റർ മുമ്പ് ഓണാക്കണം. എന്നാൽ പിന്നെ അതിൽ ഫസ്റ്റ് ട്രിപ്പ് വരുമ്പോൾ എടുത്തിട്ട് ഇത് വേഗം ടീ ബ്രേക്ക് ഇടായിരുന്നു. ഇനിയിപ്പോൾ ഇത് കഴിയട്ടെ, ഇത് കഴിയുമ്പോൾ ചെയ്യാം. ആ ട്രിപ്പ് ക്ലോസ് ആക്കിട്ടോ. ആ നടന്ന് പോകുന്ന ആളാണ് നമ്മുടെ കസ്റ്റമർ ഉണ്ടായിരുന്നത്. അത് നമുക്ക് കുഴപ്പമില്ല. അത്യാവശ്യം 16 മിനിറ്റ് കൊണ്ട് എത്തിട്ടോ. കണ്ടെയ്നർ റോഡ് വഴിയാണ് പോകുന്നത്. 330 ടോട്ടൽ വാങ്ങി, 242 നമുക്ക് കിട്ടി 10 കിലോമീറ്റർ. മറ്റേത് 16 കിലോമീറ്റർ 331. ഇതും വലിയ വ്യത്യാസമൊന്നുമില്ല. 450 വാങ്ങി. അപ്പോൾ 17 കൂട്ടാം. 331 ഹരിക്കണം 17, 19 റുപ്യ അല്ല, കുഴപ്പമില്ല. പക്ഷെ അതിന് സമയത്ര എടുത്ത് അതിന് 1 ഹവറും 11 മിനിറ്റ് കൊടുത്തിട്ടോ. ഭയങ്കര നഷ്ടമാണ്. 1 മണിക്കൂർ എടുത്തു. അപ്പോൾ വലിയ കാര്യമില്ല. ഇതാണ്ട് 242 രൂപ കിട്ടി 16 മിനിറ്റ് കൊണ്ട്. അത് നല്ല അത്യാവശ്യം. ഇപ്പോൾ 1898 രൂപ ഓടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റാപ്പിഡോൻ്റെ 300. അത് മറ്റേ ട്രിപ്പില് അത് 410 ഞാൻ പറഞ്ഞത്. ഞാൻ 450 പറയണമെന്ന് ചെയ്തിന്. അപ്പം എന്നോട് വെയിറ്റ് ചെയ്തിന് ഇതിനും ആണോ ചോദിച്ചു എന്നോട് ചേച്ചി. അപ്പം പറഞ്ഞു അത് നിങ്ങൾ എന്താ ഇട്ടാൽ മതിയായിരുന്നു. അല്ല ഒന്ന് ഒരു 50, ഞാൻ പറഞ്ഞ 50 ഇട്ടാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ 460 ഇട്ടു. 50 കറക്റ്റ് ടിപ്പാക്കിയിട്ട് വെയിറ്റിംഗ് ചാർജ് 50. അപ്പോൾ 460 ഇട്ടിട്ടുണ്ട് ആ ചേച്ചി. കുഴപ്പമില്ല, ക്യാഷ് വന്നിട്ടുണ്ട്. പിന്നെ 5 മിനിറ്റിലേറെ ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഏതായാലും ഇപ്പോൾ ഇവിടെ കമ്പനിപ്പടി മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ആൾ ഇറങ്ങിയത്. നമുക്ക് ഇവിടെ സൈഡാക്കി നോക്കാം. ഈ കാറിൻ്റെ ഫ്രണ്ടിൽ സൈഡാക്കാം. അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് റാപ്പിഡോയിലാണ് അടിച്ചിട്ടുള്ളത്. 3.4 കിലോമീറ്റർ ഉണ്ട്. അമലാണ്. സമയം 8 മിനിറ്റ് ഉണ്ട്. ക്യാൻസൽ ആക്കുമോന്ന് അറിയില്ല. അല്ലക്ക വണ്ടി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ക്യാൻസലായി. കസ്റ്റമർ ക്യാൻസൽ ഇടുക. അത് സമയം കൂടുന്നതുകൊണ്ടായിരിക്കും. അത് റാപ്പിഡോ ഇപ്പം അങ്ങനെ തന്നെ ആയിരിക്കും ബുക്ക് ചെയ്യുമ്പോൾ. കാരണം എല്ലാ ഡ്രൈവർമാരും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അതാണ് ഈ റാപ്പിഡോയിൽ പിക്കപ്പ് കുറച്ച് കൂടുതലാണ്. അതൊക്കെ റെഡിയായി വരും. എല്ലാവരും ഇപ്പോൾ റാപ്പിഡോക്ക് വന്നു കഴിഞ്ഞാൽ പിക്കപ്പ് ഒക്കെ അടുത്തായി കിട്ടും. ഇനിയിപ്പോൾ ട്രിപ്പ് അടിക്കുമെന്ന് അറിയില്ല. നമുക്ക് ഏതായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തു യൂട്ടേൺ അടിച്ചിട്ട് ബാക്കോട്ട് പോവാം. കളമശ്ശേരി ഭാഗത്തേക്ക് പോവാം. ഇവിടെ നിന്നൊരു വലിയ കാര്യം ഉണ്ടാവില്ല ഹൈവേൻ്റെ സൈഡിൽ. അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തി. സമയം 9:50 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓടിയത് കടിത്തരം. അതിന് ശേഷം 2 ട്രിപ്പും കൂടി ഓടിയിട്ട് നമ്മൾ. അതിനുശേഷം ഞാൻ നേരെ റൂമിൻ്റെ ഏകദേശം ഭാഗത്തേക്ക് വന്നു. അപ്പോൾ എനിക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു ഏലൂർക്ക്. അപ്പോൾ അതെടുത്ത് നിൽക്കുമ്പോൾ ഊബർ ഓഫ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഊബറിൽ ട്രിപ്പ് അടിച്ചു ഏലൂർക്ക്. അതും എടുത്ത്. പക്ഷേങ്കിൽ അത് അപ്പം തന്നെ ക്യാൻസലായി. അതുകൊണ്ട് ഭാഗ്യം. ഊബർ ഓഫ് ചെയ്തിട്ട് റാപ്പിഡോയിൽ ഓടി. അപ്പോൾ റാപ്പിഡോയിൽ നിന്നിട്ട് അതിന് ശേഷം 2 ട്രിപ്പ് ഓടിട്ടോ. ഇപ്പോൾ എടപ്പള്ളിയിലാണുള്ളത്. അപ്പോൾ ഇന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഊബറിൽ 1898 രൂപക്ക് ഓടി. യാത്രയിൽ 0 ആണ്, ഒന്നും ഓടിയിട്ടില്ല. പിന്നെ റാപ്പിഡോയിൽ ഇപ്പോൾ 828 രൂപക്ക് ഓടിയുണ്ട്. 828. അപ്പോൾ 2726 രൂപ. പിന്നെ നമുക്ക് ആ 50 രൂപ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടല്ലോ. വേറെ ഇപ്പോൾ ഒന്നും ഓടിയില്ലെന്ന്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ കിലോമീറ്റർ ഓടിയത് ഇന്നത്തെ CNG കഴിഞ്ഞിട്ടോ. ഇന്ന് രാവിലെ നമ്മൾ അടിച്ചത് 2 അട്ടിയമ്പാടുണ്ട്. 151 കിലോമീറ്ററാണ് ഓടിയത്. ഇന്ന് ടോട്ടൽ ഓടിയത് 174 കിലോമീറ്റർ. 174 കിലോമീറ്ററിൽ 2776 രൂപ. അപ്പോൾ ഇനി നാളെ ഏതായാലും ലീവാണ്. വണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകണം. 3-4 ദിവസമായി കഴുകിയിട്ട്. അപ്പോൾ ഇനി നാളെ മറ്റന്നാൾ കാണാം.